നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് പിന്നാലെ തിരുവനന്തപുരം DCC സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിന്റെ പോസ്റ്ററിൽ നിന്ന് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയതോടെയാണ് വിവാദം തലപൊക്കിയത്. നടപടി ചോദ്യം ചെയ്തുകൊണ്ട് DCC അധ്യക്ഷൻ പാലോട് രവിയെ ഫോണിൽ ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന് ലഭിച്ച മറുപടി ഇങ്ങനെ: നമ്മളെ പഴയ KPCC പ്രസിഡന്റിന്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ സാർ. അത് രണ്ടാമത്തത് കണ്ടില്ലേ, അത് കറക്റ്റ് ചെയ്ത്. കാരണം അത് നമ്മുടെ വിനോദ് തന്നെയാണ് ആ ഡിസൈൻ ഉണ്ടാക്കിയത്. അതെ സാറേ, നമുക്കെല്ലാം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി ഇയാളൊന്ന് കേക്ക്. അത് ഡിസൈൻ ഉണ്ടാക്കിയത് ആണ്. ആ ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മുടെ ആളുകൾ അത് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച് അപ്പോഴും തന്നെ അത് കറക്റ്റ് ചെയ്തു. രണ്ടാമത്തത് എല്ലാവർക്കും ഇട്ട് കൊടുത്തു, എല്ലാ ഗ്രൂപ്പിലും ഇട്ട് കൊടുത്തു. സാറേ, കഴിഞ്ഞ ഒരു മണിക്കൂറിന് മുമ്പ് ഫേസ്ബുക്കിൽ സാറിന്റെ ഇത് തന്നെ അയാൾ കട്ട് ചെയ്തിട്ട് പോയടേ. തലസ്ഥാനത്ത് സംഭവിച്ച അബദ്ധം കണ്ണൂരിലെ സമരസംഗമത്തിന്റെ പോസ്റ്ററിലും ആവർത്തിച്ചതോടെയാണ് ഇത് ബോധപൂർവമായ നീക്കമെന്നാരോപിച്ച് സുധാകരൻ അനുകൂലികൾ രംഗത്തെത്തിയത്. KPCC അധ്യക്ഷരെയും ഭാരവാഹികളെയും വഴിയിൽ തടഞ്ഞ് സുധാകരൻ അനുകൂലികൾ നടത്തിയ മുദ്രാവാക്യം വിളി സമരസംഗമത്തിന്റെ നിറം കെടുത്തിയെന്ന അമർഷത്തിലാണ് KPCC നേതൃത്വം. കെ സുധാകരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതും പ്രതിഷേധ സൂചകമായിട്ടെന്നാണ് വിവരം. പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലെയും മാടായി കോഓപ്പറേറ്റീവ് കോളേജിലെയും നിയമനങ്ങളിൽ CPM അനുഭാവികളായ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി DCC നേതൃത്വം നിലപാടെടുത്തതിനെ KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ ചോദ്യം ചെയ്തതോടെയാണ് ജില്ലയിലെ നേതാക്കളുമായി തർക്കം രൂക്ഷമായത്. സുധാകരന്റെ വിശ്വസ്തനായിരുന്ന DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഗ്രൂപ്പ് മാറിയതോടെ പോര് വീണ്ടും കനത്തു. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള നേതാവിന്റെ ബന്ധു കണ്ണൂർ DCCയുടെ പ്രവർത്തനത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം. സ്വന്തം തട്ടകത്തിൽ സുധാകരനെ അവഗണിക്കാനുള്ള നീക്കത്തിന് പിന്നിലും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നാണ് വിമർശനം. അതേസമയം അധികാരം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടത്തിന് പാർട്ടി തയ്യാറെടുക്കുമ്പോൾ അനാവശ്യ വിവാദങ്ങൾ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വം. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.